നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എന്റെ സർജറി കഴിഞ്ഞതൊക്കെ അവർ സഹായിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മാക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായിട്ട് ഞാൻ ഉമ്മാക്ക് വേണ്ടതും ഉമ്മാനെ നോക്കുന്നതും പണിക്ക് പറഞ്ഞയക്കാണ്ട് ഉമ്മ പണിക്ക് പോവായിരുന്നു. വീടുകളിൽ പണിക്ക് പോകും, പിന്നെ തൊഴിലുറപ്പുണ്ട്, അതിനൊക്കെ പോകും. ഞാൻ അതിനൊന്നും പറഞ്ഞയക്കാണ്ട് ഒരു 1.5 വർഷം വീട്ടിലിരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയും പോകണേനും മക്കളുടെ കൂടെ ഉമ്മ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ എന്റെ അനിയത്തിമാര് ഭയങ്കര പ്രശ്നമായിരുന്നു. അനിയത്തിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പ്രശ്നമായതുകൊണ്ട് ഉമ്മാനെ വിളിക്കണം, ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറലും കൊടുക്കണം. അതിനൊന്നും ഞാൻ ഒന്നും പറയലില്ല, ഞാൻ മേടിക്കലുമില്ല. 1 ഉറുപ്പ്യ ഞാൻ എന്റെ ഉമ്മാനൊന്നും മേടിക്കലില്ല. ഞാൻ അങ്ങോട്ടേ ചെയ്തിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്താണെന്നറിയില്ല, ഉമ്മാക്ക് എന്നോട് മാത്രം വലിയൊരു ശത്രുതയാണ്. അതെന്താന്ന് എനിക്കിപ്പോഴും എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം. പക്ഷെ എന്റെ പൈസ വേണം. എന്റെ പൈസ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ അനിയത്തിമാര് വിരുന്ന് വരുമ്പോൾ എല്ലാ കാര്യം ഞാൻ ചെയ്യും. അതുപോലെ അവരുടെ മക്കൾക്ക് എല്ലാ കാര്യം ചെയ്ത് കൊടുക്കലുണ്ട്. വർഷം സ്കൂൾ തുറന്ന 2ാമത്തെ അനിയത്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളുടെ കുട്ടികൾക്ക് സ്കൂൾ ഡ്രസ്സ് ബാക്കിയുള്ളത് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. പൈസ കൊടുക്കലുണ്ട്, ഗ്യാസ് കഴിഞ്ഞാൽ നിറച്ചു കൊടുക്കലുണ്ട്. എല്ലാം എനിക്ക് വിളിക്കും, ഞാൻ ചെയ്തു കൊടുക്കും. അതും ഉമ്മ ചെയ്യുന്ന രീതിയിലേ ചെയ്യുള്ളൂ. ഉമ്മയാണ് അത് ചെയ്തു കൊടുക്കണേന്നല്ലേ, പക്ഷെ പൈസ ഫുള്ള് തന്നെയാണ്. പക്ഷെ ഉമ്മാക്കാണ് അവിടെ ക്രെഡിറ്റ് വരുന്നത്. അവളുടെ ഹസ്ബൻഡിനായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടുകാരനായിട്ടും വലിയ കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒക്കെയുള്ള ടൈമില് കോണ്ടാക്ട് ഇല്ലായിരുന്നിട്ടും അവർക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തത് ചെറിയ അനിയത്തിന്റെ ഭർത്താവൊക്കെ ഭയങ്കര സംശയമാണ്. പിന്നെ അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അവളുടെ അമ്മായിയമ്മയും അമ്മൂസിനൊക്കെ ഭയങ്കര നാത്തുമ്പോരും അങ്ങനെയൊക്കെയാണ്. അവിടെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യലില്ല, പോവല് വരലില്ല. എൻ്റെ ഉമ്മയെ പോവലില്ല, എൻ്റെ ഉമ്മയെ അവിടെ പോവലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം പണ്ടുണ്ടായിരുന്ന പോലെ ഇപ്പൊ നിലനിൽപ്പില്ല, എല്ലാവരുടെ പോലെ ഇല്ല. കാരണം അവരുടെ ജീവിതമാണ്, അവരുടെ ഹസ്ബൻഡ്, അവരുടെ വീട്ടുകാർ, അവരുടെ കുടുംബം തറവാട്ടിലാണ് ഇരിക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാറി നിന്ന, വിളിക്കലുമില്ല, ഫോണിലൂടെയുള്ള കോണ്ടാക്ട് പോലും ഞാനില്ല. അപ്പോൾ അവർ വരുന്ന ടൈമിൽ വീട്ടിൽ വരും, 15 ദിവസം നിൽക്കും, 20 ദിവസം നിൽക്കും. ഇതൊക്കെ ചിലവൊക്കെ ഞാൻ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. 1.5 വർഷം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് എനിക്ക് ഗോൾഡ് എടുത്താൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഗോൾഡ് എടുക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്താൽ ഞാൻ എൻ്റെ അനിയത്തിമാരുടെ മക്കൾക്ക് ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന കുടുംബത്തില് എൻ്റെ ഒരു ഉമ്മാന്റെ അവളുടെ ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പ്രശ്നം ഉണ്ടാക്കാന്ന് കുത്തിത്തിരിപ്പ് അവള് പണ്ടേ ഉള്ളതാണ്. ഈ അമ്മായി പറയുന്നവള് പണ്ടേ കുത്തിത്തിരിപ്പിന്റെ ആളാണ്. എന്നെ കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എന്റെ ഉമ്മാനെ പിരിച്ചിട്ട് ഒരു ഇക്കുള്ള ടൈമില് എന്നെ ഉമ്മാനെ പിരിച്ചിട്ട് അവളുടെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ ആവശ്യങ്ങൾക്കും അവളുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും എന്നെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇവള് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെന്ന്. ഞാൻ പൊട്ടത്തി അത് വിശ്വസിച്ചു പോയി. സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചു. എപ്പോഴും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോണതിനെക്കാട്ടും കൂടുതലായിട്ട് ഞാൻ ആ അമ്മായിൻ്റെ അടുത്ത് മാമിൻ്റെ അടുത്ത് പോകല്. ആ മക്കൾക്കാണ് കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ എന്ത് വെക്കുകയാണെങ്കിലും അത് ഉടനെ ഞാൻ എൻ്റെ മാമക്ക് എത്തിക്കല്, ആ അമ്മായിക്ക് എത്തിക്കും. മണ്ണാർക്കാട് ഇരിക്കുന്ന ടൈമിലും അരി ആയാലും സാധനങ്ങളായാലും ബേക്കറി ഐറ്റംസ് ആയാലും ആ പെൺകുട്ടിക്കുള്ള ഡ്രസ്സായാലും ചെരുപ്പായാലും ഞാൻ ആദ്യം എത്തിക്കുന്നത് അവിടെ എത്തി. അപ്പൊ എൻ്റെ ഉമ്മാനായിട്ട് തെറ്റലാണ്. അപ്പൊ ഇവളിനായിട്ടാണ് സ്നേഹം കൂടുതൽ, ഈ അമ്മായിനായിട്ടാണ് സ്നേഹം കൂടുതൽ. അതും ഇവളൊരു തരത്തിൽ നമ്മളെ പിരിക്കുകയാണെന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായി. 1.5 കൊല്ലം എൻ്റെ ഉമ്മാക്ക് ചോറ് കൊടുത്ത് ഞാൻ ഇവള് ഒരാഴ്ചയും കൊണ്ട് ചോറ് കറി അങ്ങനെ. അത് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിമാരും കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അത് ഞങ്ങൾ സഹോദരങ്ങളാണ്, ഞങ്ങൾ ഉമ്മയും മകളാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ തീർക്കും. അത് ഇവളെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവളുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നുണ്ട്, ഇവളുടെ മകനായിട്ട് തല്ലുണ്ട്, മകളിനായിട്ട് തല്ലുണ്ട്, ഞങ്ങൾ ചോദിക്കാൻ പോകണ്ട നിന്റെ വീട്ടിൽ എന്താ പ്രശ്നം, ഇല്ല. ഇവളെന്തിനാ എൻ്റെ വീട്ടിൽ കയറേണ്ട ആവശ്യം? എൻ്റെ ഉപ്പ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവള് വരുന്നത്, വലിയ കയറി വരുന്നത് അതാണല്ലോ. പിന്നെ ഞാൻ അവളുടെ ഒരു മുറ്റത്ത് 2 വീടാ, ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് കാല് കുത്തലില്ല. ഒരു നോമ്പിന് അവള് ഞങ്ങളോട്, ഞാൻ പോയ ടൈമിൽ അവള് വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മ വെള്ളം എടുക്കും, ഞാൻ പോയി വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയ ടൈമിൽ ഇവള് കയറ്, ഞാൻ ഇട്ട കുടത്തിനെ ഇവള് വലിച്ചു വാരി ആ വെള്ളം എടുക്കാൻ, നോമ്പിനാണ് ആലോചിക്കണം, നോമ്പിന് കുട്ടികൾക്ക് നമ്മൾ വെള്ളം കൊടുക്കേണ്ട ടൈമാണ്. അവള് ചെയ്ത പണിയാണ്. കയറും കുടം മേടിച്ച് അവിടെ വെച്ചു. ഞാൻ ഒന്നും പറയില്ല, ഞാൻ മിണ്ടാണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു, കുട്ടികൾക്ക് കൊടുത്തു. ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കും, തൃശ്ശൂർ ഇതിന്റെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവളായിട്ട് പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഉമ്മ മുണ്ടും സംസാരിക്കും, ഉമ്മാന്റെ ആങ്ങളുടെ നാത്തൂനാണ്, ആങ്ങളെയാണ്, ആ ഒരു രീതിയിൽ. ഞാൻ എൻ്റെ മക്കളായിട്ട് ഞാൻ ഭാഗം തിരിയാൻ കഴിഞ്ഞു. അവരുടെയായിട്ടുള്ള കത്തിക്കൽ കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിർത്തി. പക്ഷെ ഉമ്മ എപ്പോഴും പോകും, ഇവിടുത്തെ കാര്യങ്ങൾ പറയും. ഞാൻ എൻ്റെ ഉമ്മാനോട് പറയില്ലേ, എൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം ഒരിക്കലും അവരോട് പറയരുത്, അതെനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പറയണ്ട, നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം അവിടെ ഒരിക്കലും പോയി കൊണ്ടു കൊടുക്കണ്ട. അവര് ചിരിക്കുള്ളൂ. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് വയ്യ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ചിരിക്കും. അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്നേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അമ്മ എന്ന് പറയില്ല. ഉമ്മാനായിട്ട് ഞാൻ തല്ലൂടലുണ്ട്. ഇമ്മ എന്തുണ്ടെങ്കിലും അവളുടെ അടുത്ത് കൊണ്ടുപോയി പറയും. അങ്ങനെയാണ്. എന്നിട്ട് ഇവര് തമ്മിൽ ചർച്ച ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഈ പരദൂഷണം ഉണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള കൂട്ടം കൂടി ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
ഞാൻ എൻ്റെ ഫോണുണ്ട്, എൻ്റെ മക്കളുണ്ട്, TV ഉണ്ടെങ്കിൽ TV, വീട്ടിൻ്റെ ഉള്ളിലേ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും അപ്പുറത്ത് ഇപ്പുറത്ത് പോയി ഇരിക്കുന്ന ആളല്ല. എനിക്കത് ഇഷ്ടമല്ല. മറ്റുള്ളവരെ കുറ്റം പറയാൻ എനിക്ക്, മറ്റുള്ളവരെ പച്ചറിച്ച് തിന്നുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ ഞാൻ തിരുത്താനാ നോക്കല്. പോവണ്ട, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയിട്ട് വീട്ടിലിരിക്കും. ഇതിനപ്പോ അവരടുത്ത് പോയി പറയണ്ട. അവര് നിങ്ങളിങ്ങോട്ട് മാറി നിങ്ങളെയും കുറ്റം പറയും ഇല്ലേ? നമ്മളെ കുറ്റം പറയുന്ന ആള് നിങ്ങൾ മാറി നിങ്ങളെയും പറയും. കാരണം 1.5 കൊല്ലം തിരിഞ്ഞു നോക്കാം. ഞാൻ അന്ന് സൂസൈഡ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം സൂസൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2-3 പ്രാവശ്യം ഞാൻ സൂസൈഡ്. എൻ്റെ ഒക്കെ മരിച്ചതിന് ശേഷം ഒരുപാട് ടെൻഷനും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന ഒരാളാണ്. അപ്പൊ ഞാൻ 1.5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നത് എൻ്റെ ഉമ്മാക്ക് അറിയാം. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഉമ്മയാണ് കൊണ്ടുപോയത്. എല്ലാം ഉമ്മാക്ക് അറിയാം. ഇവള് പറയുന്ന അവൾക്കുമാർക്ക് ആ 1.5 കൊല്ലം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവളുടെ മകളുടെ കല്യാണത്തിന് പോയിട്ടില്ല എന്നുള്ള ഒരൊറ്റ വാശിക്ക് അവള് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻഗേജ്മെന്റിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നിൽക്കണ്ടായിരുന്നു, ഇവരുടെ ഉപ്പുള്ളതുകൊണ്ട് അന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മണ്ണാർക്കാടായിരുന്നു. അതിനുശേഷം പിന്നെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇക്കാനോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവളുടെ മകളുടെ കല്യാണത്തിന് പോവില്ല. കാരണം എന്താ അറിയോ, എൻ്റെ ഇക്കാന്റെയും എന്റെയും കാര്യത്തിൽ അവൾ ഇടപെടാൻ തുടങ്ങി. വോയിസ് എൻ്റെ ഇക്കാക്ക് അയക്കാൻ തുടങ്ങി, എൻ്റെ ഇക്കാക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവള് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മായിയാണ്, എൻ്റെ ഉമ്മാന്റെ ആങ്ങളുടെ ഭാര്യയാണ്, എന്നായിട്ട് കോണ്ടാക്ട് ഇല്ലാണ്ട് നിങ്ങളായിട്ട് എന്താ കോണ്ടാക്ട്? അത് എൻ്റെ ഇക്കാന്റെയും തെറ്റുണ്ട്. ഇക്ക ഇവിടെ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഉടനെ അമ്മായിക്ക് വിളിക്കാം. എൻ്റെ ഉമ്മാക്ക് പോലും അല്ല, ഈ അമ്മായിക്ക് വിളിക്കുമ്പോ അമ്മായി എന്താ വിചാരിക്കുക, എൻ്റെ മേലാണ് തെറ്റ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് ഇവർക്ക് അറിയും. മണിയറ രഹസ്യങ്ങൾ ഞാൻ പുറത്തു വിടാറില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണോ കഴിയുന്നത് ഇക്ക വിളിച്ച് പറയുന്ന പോലെ ഞാൻ പറയാറില്ല. ഇന്ന് വരെയ്ക്കും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ 2 കൊല്ലം എൻ്റെ ഇക്ക മരിച്ചിട്ട് ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം 15 കൊല്ലം എൻ്റെ കൂടെ കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ 5 മക്കളുടെ ഉപ്പയാണ്. മരിച്ച് കബറിൽ പോയാലും നമ്മൾ അവരുടെ അങ്ങനെ എന്ത് തെറ്റ് ചെയ്തോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാനത് പടച്ചോനിൽ ഏൽപ്പിച്ചു. ഞാനത് എൻ്റെ പടച്ചോനിൽ ഏൽപ്പിച്ച കാര്യമാണ്. അത് പിന്നെ ഈ പടപ്പുകളുടെ അടുത്ത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്ത് പോലും ഞാൻ ഈ കാര്യങ്ങൾ പറയലില്ല. എൻ്റെ ഇക്കാനായിട്ട് 15 കൊല്ലമായിട്ട് എൻ്റെ അമ്മയും മുണ്ടലില്ല, സംസാരിക്കലില്ല. ഞങ്ങൾ കുടുംബ പ്രശ്നം കാരണം കൊണ്ട് തെറ്റിയതാണ്. മരിക്കുന്നതിന്റെ ആ ഒരു തലേ ദിവസമൊക്കെയാണ് എൻ്റെ ഇക്ക ഉമ്മാനെ വിളിച്ചിട്ടുള്ളൂ. അതും വിളിച്ചു പറഞ്ഞാൽ എന്താ, മണ്ണാർക്കാട് ഞങ്ങൾ സ്ഥലം മേടിക്കുന്നുണ്ട്, ഞാൻ പുള്ളി മക്കളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഇനി ഇവിടെ നാട്ടിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഈ നാട് വെറുത്തു എനിക്ക്. ഇക്കാനെ നാടനെയാണ് പറയണത്. ഇക്കാനെ ഏട്ടന്മാര് ചതിച്ചോണ്ടാണ് പറയണത്. എനിക്ക് ഉപ്പിയമ്മയില്ല, ഉപ്പിയമ്മ മരിച്ചു. എൻ്റെ ഉപ്പില്ല, എൻ്റെ ഉമ്മ ഇല്ല, എനിക്ക് കൂടപ്പറപ്പുകൾ ആരുമില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ അറിയണത്. എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് അന്നാണ് ഇക്ക മരിക്കുന്നതിന്റെ തലേ ദിവസമാണ് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കബീർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ സംഭവം ചോദിച്ചു. എനിക്കറിയില്ല പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, സ്ഥലം വാങ്ങണ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും, സത്യമായിരിക്കും പറഞ്ഞു. ഞാൻ കൊന്നതാണെങ്കിൽ അറസ്റ്റ് ചെയ്തൂടെ? ചെയ്തിട്ടില്ലല്ലോ. എന്നോട് വിളിച്ചിട്ട്, സാറ് കുടുംബ പ്രശ്നമല്ലേ, അതങ്ങനെ പോട്ടെ, ഫോൺ വന്ന് വാങ്ങിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ എൻ്റെ കയ്യിൽ തരുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ. അപ്പൊ എൻ്റെ ഉമ്മാന്റെ ഇടയിൽ എൻ്റെ അമ്മായിയും എൻ്റെ മാമനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എൻ്റെ മാമ ഞങ്ങളെ നോക്കിയ ആൾക്കാരാണ്, പഠിപ്പിച്ചതാണ്, ഞങ്ങളെ കെട്ടിച്ചതാണ്, ഒക്കത്തിലും ഉള്ളതാണ്. പക്ഷെ ഈ പറയുന്ന അമ്മായി ഭയങ്കര സാധനമാണ്, ഭയങ്കര പ്രശ്നമാണ്. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. നാത്തുമാര് തമ്മിൽ തെറ്റിക്കുക, അവര് തമ്മിൽ പണ്ട് പ്രശ്നങ്ങൾ, ചെറുപ്പം മുതൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കണ്ടു വളരുന്ന മക്കളാണ്. കാരണം എന്താ അറിയോ, എൻ്റെ ഉപ്പാന്റെ നാട്ടിൽ നിന്ന് ഒരു 1.5 വയസ്സിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, എന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽക്ക് ഞാൻ ഈ ഉമ്മാന്റെ തറവാട്ടില് പിന്നെ ഒരു 5ൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് മാമ. ഉപ്പാന്റെ വീട്ടിൽ തന്നെ സ്ഥലം, അവർക്ക് കുറെ പറമ്പ് സ്ഥലമുണ്ട്. അതിൽ കുറച്ച് സ്ഥലം ഉമ്മാക്ക് 10 സെന്റ് സ്ഥലം കൊടുത്തു. അതിൽ എൻ്റെ പൊന്നാനിയത്ത് മാമ വീട് വെച്ച് വന്നു. ഞങ്ങൾ 3 പെൺകുട്ടികളെ കെട്ടിച്ചത് ഞങ്ങളുടെ പൊന്നാനിയത്ത് മാമയാണ്. ആ മാമനെ ഒരിക്കലും കുറ്റം പറയില്ല. എനിക്ക് എന്തെങ്കിലും ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മാമനെ സഹായിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ മാമനെ വിളിച്ച് പറയുള്ളൂ. എൻ്റെ ഉപ്പാനെക്കാട്ടി സ്ഥാനമാണ് എനിക്ക് എൻ്റെ ആ മാമക്ക്. കാരണം അങ്ങനെയാണ് ഞങ്ങളെ നോക്കിയിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്, വളർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഖാദർ മാമി ഞങ്ങളെ കൂടെ നിന്നിട്ട് എൻ്റെ ഉമ്മാക്ക് സപ്പോർട്ടായിട്ടും കൂടെ നിന്ന്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാറി. കല്യാണം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും മാറും, ആയിക്കോട്ടെ. ഈ അമ്മായി പറയുന്ന ആളും നല്ല പാവം, ഞങ്ങൾ വിചാരിച്ച അങ്ങനെയാണ്, പാവാണ്, ഞങ്ങൾക്ക് സപ്പോർട്ടാണ് എന്നും. പക്ഷെ അങ്ങനെയല്ല. അതെനിക്ക് മനസ്സിലായത് എന്നെ തെറ്റിച്ചപ്പോഴും എൻ്റെ ഉമ്മാനെ തെറ്റിച്ചപ്പോഴാണ് എനിക്കത് കാര്യം മനസ്സിലായത്. കൂടെ നിന്ന് ചതിക്കുകയാണെന്ന് മനസ്സിലായത് അന്നാണ്. അങ്ങനെ എൻ്റെ ഉമ്മാനെ പിരികേറ്റും. ഞാനിപ്പോ ഉമ്മ പണിക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോയി വന്നു പറഞ്ഞാൽ ഉടനെ ഉമ്മാനെ പറയും. അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കൊരു കൊറിയർ വന്നു പറഞ്ഞാൽ അത് അവിടെ മറ്റവും വന്നിട്ടുണ്ടായിരുന്നു, മറിച്ചവും വന്നിട്ടുണ്ടായിരുന്നു. ഇമ്മ കാണില്ല. ഉമ്മ തൊഴിലുറപ്പിന് പോകാൻ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയി പറഞ്ഞാൽ ഉടനെ പറയുന്നത് ഒരു കൊറിയറാ, ഫുഡ് ഓർഡർ ചെയ്താ ഉച്ചക്കന്മാരൊക്കെ വന്നു പറഞ്ഞാല് ഇവള് പറയും, ഇവള് പൊട്ടത്തിയൊന്നുമില്ലല്ലോ, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, മദ്രസ പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ലോകവിവരം ഉള്ളവളാണ്. എൻ്റെ വീട്ടിലൊരു കൊറിയർ വേറെയുള്ള ആൾക്കാർ വന്നു പറഞ്ഞാൽ അതിന് മറ്റേ പണിക്ക് വരണമെന്നാ പറയാ. അത് മുറ്റത്ത് നിന്നിട്ടാ പണി ചെയ്യാം.
ഉള്ളിൽ കയറിയത് നമ്മളൊക്കെ കൂടി പിടിച്ചതാണ്. പക്ഷെ എന്റെ അകത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരാളിനെ അവർ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ എല്ലാം മറ്റേ വേറെ രീതിയിൽ കാണാൻ പറ്റില്ലല്ലോ. ഒരാണും പെണ്ണും സംസാരിച്ച ഉടനെ അത് വേറെ. അതാണ് ഇവര് സൃഷ്ടിക്കുന്നത്. എന്നിട്ട് എന്റെ മാമ വന്നപ്പോ, മാമ രാവിലെ പോണതാണ്. മാമ മരത്തിന്റെ പണിയാണ്, മരം വെട്ടുന്ന ആളാണ്. അവർ മരത്തിന്റെ പണി ആയതുകൊണ്ട് തന്നെ മാമ രാവിലെ പോവും, വൈകുന്നേരം വരുള്ളൂ. 6:30-7 മണിയാവും. ഈ മാമ വന്ന കൊണ്ട് തന്നെ പറയും. എന്നിട്ട് ഈ മാമ എന്റെ ഉമ്മാനെ വിളിക്കും. ഇവിടെ അവനെ കാമം വന്നിട്ടുണ്ടായിരുന്നു, ഇവൻ വന്നിട്ടുണ്ടായിരുന്നു, കുറെ ഇന്റർവ്യൂവിന് ആൾക്കാർ വന്ന് അത് തെറ്റി വേറുള്ളവർ, ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയല്ലേ വരിക. അപ്പൊ അതാണ് കാര്യം. ഉമ്മാന്റെ ആങ്ങളുടെ ഭാര്യയാണ് പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത്. ആ, അവരുടെ ആ ഒരു സംസാരത്തിലൂടെയും അവരുടെ അതിൽ നമ്മൾ വീണു പോകും. പക്ഷെ പിന്നെ ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയെടുത്തത്. കാരണം എൻ്റെ ഉമ്മാനെയും കൂടി അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആള് നമ്മളെ മാത്രല്ല ബാക്കിയുള്ളവരിനെ ഇതാക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഈ പ്രശ്നത്തിന്റെ ഒക്കെ തുടക്കം എവിടെയാ? ഇത് തുടങ്ങണ ഈ പ്രശ്നത്തിനൊക്കെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ. തുടക്കം എന്ന് പറയുന്നത് നമ്മള് കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ പണ്ടേ ഉണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ മുതൽക്കേ ഉണ്ട്. കല്യാണം കഴിഞ്ഞ മുതൽക്ക് പറഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞതും കോയമ്പത്തൂർ പോയിട്ടുണ്ട് ഞങ്ങള്. പോയി എന്റെ ഇക്ക അവിടെ ആയിരുന്നു ഷോപ്പ്. അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അതിന്റെ മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴേ പ്രശ്നങ്ങളാണ്. അത് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കല്യാണം വന്നു, എന്റെ മാമന്റെ മക്കളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ എനിക്ക് കല്യാണം വരാൻ തുടങ്ങി. 8ാം ക്ലാസ് മുതലേ ഉമ്മാനടുത്ത് പെണ്ണ് കഴിക്കാൻ തുടങ്ങിയതാണ് എന്നെയൊക്കെ. കാരണം ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട്. 8ാം ക്ലാസ്സിലാണെന്ന് നല്ല 10 കഴിഞ്ഞ +1 ഒക്കെ ആയിന്ന് തോന്നും, ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പ്രായം ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാമന്റെ മകളുണ്ട്, ഒരു മാമന്റെ മകളുണ്ട്. അവൾക്ക് വരുന്ന കല്യാണങ്ങളൊക്കെ മാറി നമ്മളെ ചോദിച്ചിട്ട് പോവാണ്. അപ്പൊ എന്ത് ചെയ്യും, ഞങ്ങൾ മാറ്റി നിർത്തും. ഈ വഴി കൂടെ വരുന്നത് അപ്പുറത്തെ വഴി കൂടെ പോകാൻ മതി. മാമ ഒരിക്കൽ ഉമ്മാനോട് പറഞ്ഞു, മരിച്ചു പോയിട്ട മാമ, ആ മാമ ഒരിക്കൽ ഉമ്മാനോട് പറഞ്ഞു, നീ എന്റെ കുട്ടീനെ പെണ്ണാണാൻ വരുമ്പോ നിന്റെ മക്കൾ അങ്ങോട്ട് വരണ്ട പറയും, മാറി നിൽക്കണം, ആൾക്കാർ അവരെ കണ്ടിട്ട് ചോദിച്ചിട്ട് പോവാണ് എന്റെ കുട്ടി കല്യാണം കഴിഞ്ഞാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പിന്നെ പെണ്ണാണാൻ വരുമ്പോ എന്നോട്, പക്ഷെ ഞാൻ അവളായിട്ട് നല്ല കണക്ഷനാ. ഈ പറയുന്ന മാമന്റെ മകളായിട്ട് അവളെപ്പോ വന്നാലും പെണ്ണാണാൻ വന്ന് എന്നെ ഉടനെ വിളിക്കും. ഞാൻ ഓടി പോവും, അവരുടെ കൂടെ നിൽക്കും. കൂടെ നിന്നാ എന്താ പ്രശ്നം, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് പോകും. അപ്പൊ ആ കുട്ടീനെ കൊടുക്കുമെന്ന് ചോദിക്കും. അതുകൊണ്ട് അവര് മാമന്മാർക്ക് കുറച്ച് ദേഷ്യം. അപ്പൊ ഞാൻ പിന്നെ മാറി നിൽക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് വന്നു. പിന്നെ അവള് ശരിക്കും എന്റെ ഉമ്മാന്റെ ഏടത്തിന്റെ മകനെ കല്യാണം കഴിച്ചു. മൂത്തുമാന്റെ മകനും മാമന്റെ മകളും അങ്ങനെ കല്യാണം കഴിച്ചു. അവർ രണ്ടാളും കല്യാണം കഴിച്ചു. അപ്പൊ അന്ന് മുതലേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻഗേജ്മെന്റ് ആയപ്പോ തന്നെ ഞങ്ങൾ അറേഞ്ച് മാരേജ് ആണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടോ ഇല്ല, എല്ലാവരും ലവ് മാരേജാ ചോദിക്കുന്ന, അല്ല അറേഞ്ച് മാരേജ്. ഞാൻ